ഡിഫറൻഷ്യൽ ജോമെട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാഫ്സ് ആൻഡ് ലെവൽ സെറ്റ്. ലെവൽ സെറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ given a function f from b to r where u subset of Rn plus 1, its level sets are the sets f inverse of c defined by f inverse of c is equal to x1, x2, etc. xn plus 1 in u. f of x1 etc. xn plus 1 is equal to c where c in R. The number c is called the height of the level set and f inverse of c is called the level set at height c. f inverse of c is a solution of equation f of x1 etc. xn plus 1 is equal to c. Graph of a function. The graph of a function f from u to r u subset of Rn plus 1 defined by graph of f is equal to set x1, x2, etc. xn plus 2 in u. f of x1, x2, etc. xn plus 1 is equal to xn plus 2. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഇത് കാണിക്കാം. ഡ്രോ ദി ലെവൽ സെറ്റ് ഓഫ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് x1, x2, etc. xn plus 1 is equal to x1 square plus x2 square plus etc. xn plus 1 square. Here f inverse of c is equal to x1, x2, etc. xn plus 1 in u such that f of x1, x2, etc. xn plus 1 is equal to c. f inverse of c is equal to x1, x2, etc. xn plus 1 in u. f of x1 is defined as x1 square plus x2 square plus etc. So x1 square plus x2 square plus etc. plus xn plus 1 square is equal to c. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഫ്രം യു സബ്സെറ്റ് ഓഫ് ആർ എൻ പ്ലസ് 1 ടു ആർ ആണ്. അവിടെ നമ്മൾ കേസ് 1 കൊടുത്തിട്ടുള്ള n ഈക്വൽ ടു 0. n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താകും? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആർ ടു ആറിലോട്ടുള്ള മാപ്പാകും. അപ്പം എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് x1 സ്ക്വയർ is equal to c. സിക്ക് നമ്മളുള്ള പോസിബിലിറ്റി c ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് x1 സ്ക്വയർ is equal to 0 ആകും, വിച്ച് ഈസ് 0. ആൻഡ് c is equal to 1 ആകുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് x1 in r x1 സ്ക്വയർ is equal to 1 ആകും. അത് x1 സ്ക്വയർ is equal to c ആകുന്നതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ x1 സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 1 ആകും. സോ വിച്ച് ഈസ് -1 ആൻഡ് 1. c is equal to 2. ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് -√2 ആൻഡ് √2. അതുപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് 4 എന്ന് പറയുന്നത് എന്താകും? x1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2, -2. സോ ഇത് നെഗറ്റീവ് ഇമേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് വെൻ സി ഈസ് ഈക്വൽ ടു -1 എഫ് ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുന്നത് എന്താകും? വിച്ച് ഈസ് എംറ്റി ആകും. സോ ഇതിൻ്റെ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് x1, x2 സച്ച് ദാറ്റ് x1 ഇൻ ആർ ആൻഡ് x2 എന്ന് പറയുന്നത് x1ൻ്റെ ഇമേജ്. സോ അതായത് x2 എന്ന് പറയുന്നത് എന്താണ്? x1ൻ്റെ സ്ക്വയർ. സോ ഇതിൻ്റെ ഇത് വരുന്നത് ഒരു പരാബോള ആയിട്ടാണ് കിടക്കുന്നത്, കാരണം x1 സ്ക്വയർ ആണല്ലോ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം ഇവിടെ നമ്മൾ 1ൻ്റെ ഇമേജ് ഇവിടെ വരും. ഇവിടെ 1ൻ്റെ c is equal to 1 ആകുമ്പം എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് -1 ആൻഡ് 1. അതായത് 1 എന്ന് പറയുന്ന പോയിൻറ്റിനെ 1 യൂണിറ്റ് ഹൈറ്റ് ചെയ്തേക്കാണ്. അതേപോലെ -1 എന്ന് പറയുന്ന പോയിൻറ്റിനെ 1 യൂണിറ്റ് ഹൈറ്റ് ചെയ്തിട്ടാണ്. 2 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പോയിൻ്റ് 4 യൂണിറ്റാണ് ഹൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട്
2,4 ആണ് പോയിൻറ്റിലാണ് 2 കിടക്കുന്നത്. അതുപോലെ -2 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ -2,4 ആണ് ഹൈറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കേസ് 2 നോക്കുകയാണെങ്കിൽ, അതായത് n=1 ആവുന്ന കേസ്, n=1 ആകുമ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാപ്പ് ചെയ്തിട്ടുള്ളത് എഫ് ഫ്രം R to R ആയിട്ടാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് x1 x2 ഓർഡർഡ് പെയർ ഇൻ R2 such that x1 square plus x2 square is equal to c. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 എലമെൻ്റാണുള്ളത് ഡൊമെയിനിൽ. അപ്പം x1 x2 x3 in x3 such that x3 is equal to x1 square plus x2 square. അങ്ങനെ എഴുതാം എഫ് ഇൻവേഴ്സ് ഓഫ് സീനെ. സോ നമുക്ക് സീക്കുള്ള പോസിബിലിറ്റി സി ഈസ് ഈക്വൽ ടു 0 ആകുന്ന കേസിൽ എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് x1 x2 0, അതായത് 0 is equal to x1 square plus x2 square which is equal to 0. സി ഈസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് x1 x2 in R2 such that x1 square plus x2 square is equal to 1, വിച്ച് ഈസ് എന്താണ്, യൂണിറ്റ് സർക്കിളാണ്. അതുപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് നമുക്കറിയാം x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ is equal to 2 ആണ്. അതായത് യൂണിറ്റ് സർക്കിൾ സെൻറ്റേർഡ് 0 ആൻഡ് റേഡിയസ് 2. ഇവിടെ യൂണിറ്റ് സർക്കിളാണ് വരിക, ഇത് റേഡിയസ് 1. വെൻ സി ഗ്രേറ്റർ ദാൻ 0 എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിളാണ് വിത്ത് റേഡിയസ് √c. അതുപോലെ സി നെഗറ്റീവ് ആകുമ്പോൾ അതിനില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ ഇതിൻ്റെ n=1 ആകുന്നതിൻ്റെ ഗ്രാഫ് ഓഫ് എഫ് നമ്മൾ എഴുതുമ്പോൾ x1 x2 x3 സച്ച് ദാറ്റ് x1 x2 in R2 x3 എന്ന് പറയുന്നത് എഫ് ഓഫ് x1 x2 ആണ്. എഫ് ഓഫ് x1 x2ന് സബ്സ്റ്റിറ്റ്യൂട്ട് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. നമുക്ക് ഈ പറയപ്പെട്ട ലെവൽസിനെ നമുക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് 0 ഒറിജിനാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സർക്കിളാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് 4 എന്ന് പറയുന്നത് 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. ഇതിൻ്റെ ഫങ്ഷൻ മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇതുപോലെ നമുക്ക് ഈ ഒരു n=0 കൊടുത്തു, നമ്മൾ n=1 കൊടുത്തു. ഇനി നമുക്ക് n=2 കൊടുക്കുമ്പോൾ ദ പ്ലെയിൻ എന്താകും, R4 ഒരു പ്ലെയിൻ ആകും. എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് x1 x2 x3 x4 വരും. സച്ച് ദാറ്റ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു x4 ആകുന്ന കേസിൽ വി ഗെറ്റ് എ കോൺസെൻട്രിക് സ്ഫിയർ വിത്ത് R is equal to √c.